മുകുന്ദ, എന്നോട് ക്ഷമിക്കും മുകുന്ദ. നിന്നെ ഈ ഏടാകൂടത്തിലൊക്കെ ചാടിച്ചത് ഞാനാ. എങ്ങനെയാടാ രൂപ കളവ് പോയത്? കട്ടോണ്ട് പോയവൻ എങ്ങനെയാ കൊണ്ടുപോയെന്ന് എന്നോട് പറഞ്ഞില്ല. അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. എല്ലാം കഴിഞ്ഞു. ഞാൻ എവിടേക്കെങ്കിലും പോവാ. ചങ്കിക്കൊള്ളുന്ന വർത്തമാനം പറയല്ലേ മുകുന്ദ. ചെങ്കൽപ്പേട്ട എന്ന് കൊണ്ടുവന്ന രൂപയാ. നിന്റെ മാനം കാക്കാൻ ഞാനുണ്ടടാ. ചെല്ലേ, വാ, ആ റാസ്കലിന് കൊണ്ടുപോയി കൊടുക്ക്. വിശ്വ, എഴുന്നേക്കടാ, വാ. ഞാൻ ആരെയും സുമിത്രയ്ക്ക് തോന്നുന്നുണ്ടോ? മതി സംസാരിച്ചത്. ഇവിടെ വാ. പൊടിയാത്ത ഇതാണ് സാർ കൈക്കൂലി വിദഗ്ധൻ മുകുന്ദ കൃഷ്ണ കർത്ത. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സത്യമാണ് അമ്മാവ. സാറ് പറഞ്ഞ ഇനി ഞാൻ ഇവനടിക്കാം. വേണ്ട, ഇവനെന്റെ ഒരു അടുത്ത ബന്ധുവായി പോയി. മുകുന്ദ, എന്നാലും നീ ഇത്ര തരംതാണ ഒരുത്തനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ മോനെ കൊണ്ട് ഞാൻ നിന്റെ പെങ്ങളെ കെട്ടിക്കില്ലായിരുന്നു. പണവും പദവിയും ഒന്നും ഇല്ലെങ്കിലും മനുഷ്യനായാൽ ഒരു അന്തസ് വേണമടാ. മുകുന്ദകൃഷ്ണൻ ഇത് ചെയ്യുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചല്ല. ഞാനും. പക്ഷേ അവന് ഒരു തവണ മാപ്പ് കൊടുത്തൂടെ സാർ? എന്റെ ഷോക്ക് ഇതുവരെ മാറിയിട്ടില്ല. ഐ നെവർ എക്സ്പെക്ടഡ് ഹിം ടു ഡു ദിസ്. മിസ്റ്റർ കുമാരൻ നായർ ചെക്ക് വാങ്ങിച്ചിട്ട് എന്തായി? അത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ കിട്ടാനായി പുള്ളിക്കാരൻ നേരിട്ട് ചൈനയിലേക്ക് പോയിരിക്കാണ്. അതോ അയാളും പറ്റിപ്പാണോ? നോ നോ സർ. ഇനിയിപ്പോ സാർ എന്നെ പോലും സംശയിക്കുന്ന മട്ടുണ്ടല്ലോ. നോ നോ നോ, നെവർ. ഏതായാലും ചൈനയിലേക്ക് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ടെലക്സ് മെസ്സേജ് കൊടുത്തേക്കാം. അതാ നല്ലത്. യെസ് യെസ് യെസ്. ഡ്രൈവർ നിർത്ത്. ഇനി ഞാൻ സാറിനോടൊരു സത്യം പറയട്ടെ. ആ കുമാരൻ നായർ നമ്മളെ ചതിച്ചത് തന്നെയാണ്. സാറിനോടത് പറയാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് ഇതുവരെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ആ കള്ള റാസ്കലിനെ ഒരു ദിവസം ഞാനും കണ്ടിരുന്നു. ഓ, എന്നിട്ട്? താൻ ചൈനയിൽ പോയില്ലേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അവൻ പറയാ ലൈസൻസ് റിന്യൂ ചെയ്തിട്ടില്ലെന്ന്. എനിക്ക് ദേഷ്യം കൊണ്ട് അടിപൊളി പറയൽ വന്നു. പിന്നെ എന്തിനു താൻ ചെക്ക് വാങ്ങിച്ചു എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അവൻ പറയാ ചെക്ക് മടക്കി തരാമെന്ന്. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ഹോട്ടലിൽ ചെന്ന് നോക്കി. അപ്പോഴേക്കും ആ ഫ്രോഡ് ആ ഹോട്ടൽ വെക്കേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞിരുന്നു. വിടില്ല സാർ, ഞാൻ അവനെ വെറുതെ വിടില്ല. അല്ല, ഇയാൾ പട്ടാളത്തിലാണോ? ആ വേഷത്തിലാണല്ലേ സ്കൂട്ടറിൽ കണ്ടത്? ആണോ? ഞാൻ കണ്ടപ്പോ പോലീസ് വേഷത്തില. സംശയമില്ല സാർ. പല വേഷത്തിൽ നടക്കുന്ന ഒരു അന്തർദേശീയ തസ്കരനാണ് ഈ നായ വഞ്ചകൻ. ഞാൻ അവനെ വിശ്വസിച്ചു പോയി സാർ. അതിനുള്ള ശിക്ഷ സാർ എനിക്ക് താ. ഏയ് വിശ്വാസൻ, നിങ്ങൾ സമാധാനിക്ക്. അവനെ അകത്താക്കിയിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. ഞാൻ പോലീസ് വിവരം അറിയിക്കാം. തീർച്ചയായും ഇനി അതേ വഴിയുള്ളൂ. എന്ത് ചെയ്യും? ഈ ലോകം മുഴുവൻ കള്ളന്മാരാണല്ലേ സാർ? ഹലോ, പോലീസ് സ്റ്റേഷൻ. ഓഹോ, മാറുവേഷം പോട്ട് നടക്കുകയാണവൻ. എങ്കിലവൻ ചില്ലറക്കാരനാകാൻ വഴിയില്ല. കർണാടക സ്റ്റേറ്റിൽ നിന്ന് ഒരു പുതിയ റിപ്പർ തമിഴ്നാട്ടിൽ ഇറങ്ങിയതായി എനിക്ക് ഇൻഫർമേഷൻ ഉണ്ട്. അവനായിരിക്കും ഇവൻ. ഏയ്, റിപ്പർ ഒന്നും ആയിരിക്കില്ല. ആയിരിക്കും സാർ. ഏതായാലും നമുക്ക് ജാഗ്രത പാലിക്കാം. ഇനി അവൻ എവിടെ കണ്ടാലും ഉടൻ സാറിനെ വിവരം അറിയിക്കണം. പറ്റുമെങ്കിൽ വളരെ നയത്തിൽ എന്റെ ഇടയ്ക്ക് എത്തിച്ചാലും മതി. ഞാനോ? സാറിനെല്ലാം അവനെ കണ്ടാ അറിയൂ. ശരി, എന്റെ ഭാഗത്തുനിന്ന് എല്ലാ ശ്രമങ്ങളും നടത്താം. ഓക്കെ, താങ്ക് യു. വന്നിട്ടില്ല. എന്താ? മുകുന്ദനെ പറ്റി ആളുകൾ എന്ത് വേണേലും പറഞ്ഞോട്ടെ. ഞങ്ങൾക്കറിയാം മുകുന്ദ പാവാണെന്ന്. അമ്മ ഇരിക്കൂ.
താമസിക്കാൻ തുടങ്ങിയിട്ട് 7 കൊല്ലം കഴിഞ്ഞില്ലേ? ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടിയായിട്ട് മുകുന്ദനെ ഞങ്ങൾ കരുതിയിട്ടുള്ളൂ. ഞാനും അങ്ങനെ വിചാരിച്ചിട്ടുള്ളൂ. ഞങ്ങളുടെ കുടുംബസ്ഥിതി, ചുറ്റുപാട്, അല്ല മുകുന്ദൻ അറിഞ്ഞുകൂടാത്തതൊന്നും ഇല്ലല്ലോ. സുമിത്ര പ്രേഡിക്കിന് തോറ്റ പിന്നെ പഠിച്ചില്ല. അവക്കിപ്പോ കല്യാണപ്രായമൊക്കെ ആയി. അവളെ കെട്ടിച്ചയച്ചാ പിന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്ക് സമാധാനമായിട്ട് എവിടെയെങ്കിലും ചുരുളാം. അതെ, മുകുന്ദനോട് ഈ കാര്യം ഒന്ന് പറയണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കുറെ ദിവസമായി. അത് ഞാൻ അതിപ്പോ അമ്മയ്ക്ക് എന്നെ പറ്റി തെറ്റിദ്ധാരണ ഒന്നുമില്ലെന്ന് അറിഞ്ഞാല് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാനൊരു ചായ ഇടാം. ഇനിയിപ്പോ കൂടുതൽ വൈകേണ്ട കാര്യമുണ്ടോ? നല്ല കാര്യങ്ങൾ വേഗം നടത്തണമെന്നാ മുതിർന്നവര് പറയാറ്. അതെ, ഇത് ഞാൻ അങ്ങോട്ട് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അമ്മയ്ക്ക് കൂടുതൽ ചായ, അല്ല ചായക്ക് പഞ്ചസാര കൂടുതൽ വേണോ? ഞങ്ങൾക്ക് മറ്റാരോടും ആലോചിക്കാൻ ഒന്നുമില്ല. അതെ, അതെനിക്കറിയാം. മുകുന്ദൻ തന്നെ മുൻകൈ എടുത്തത് നടത്തി തരണമെന്നേ എനിക്ക് പറയാനുള്ളൂ. നടത്തി തരാനോ? അതെ, നീയല്ലേ വിശുവിന്റെ കൂട്ടുകാരൻ, നീയല്ലേ നടത്തി തരേണ്ടത്. ഞങ്ങൾ അവനോടൊന്ന് സൂചിപ്പിച്ചു, അവനിഷ്ട. ഞാൻ സുഭദ്രയോട് പറഞ്ഞില്ലേ? ഇത് അറിഞ്ഞേ പിന്നെ അവള് നിലത്തൊന്നും അല്ല. അപ്പൊ പിന്നെ ഒന്നും ആലോചിക്കണ്ടല്ലോ. പെണ്ണും ചെറുക്കനും പരസ്പരം ഇഷ്ടമായ പിന്നെ ഒരു പ്രശ്നമില്ലല്ലോ. നന്നായി, സുമിത്രയ്ക്ക് നന്നായി. മുകുന്ദേട്ടൻ എതിരൊന്നും പറഞ്ഞില്ലേ? നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും മുകുന്ദൻ നല്ലവനാ. നിന്റെ ഭാവിക്ക് അതാ നല്ലതെന്ന് അവനെ സമ്മതിച്ചു. നീ അവനെ കൊണ്ട് സമ്മതിപ്പിക്കുന്നു പറ. എനിക്കിത് കേൾക്കുമ്പോഴാ സംശയം ഉണ്ടേ ചെന്ന് ചോദിക്കേ. അവന് പരിപൂർണ സമ്മത. അവൻ ഈ കല്യാണം നടത്തി തരാമെന്ന് വരെ പറഞ്ഞു.